എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും വലിയ തിരിച്ചടിയാണിപ്പോൾ റഷ്യക്കുണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിലൂടെയാണത്. ഉക്രൈൻ അതിർത്തിയിൽ നിന്നും 4000 കിലോമീറ്റർ അകലെയാണ് സൈബീരിയ. അവിടെ റഷ്യൻ വ്യോമനിലയത്തിലേക്ക് ഉക്രൈൻ തങ്ങളുടെ FPV ഡ്രോണുകൾ പറത്തി പ്രത്യാക്രമണം നടത്തിയത് എങ്ങനെയായിരിക്കും? ആകാശവഴിയിൽ അത് സാധ്യമായിരിക്കില്ല. അങ്ങനെ ചെയ്ത റഷ്യയുടെ ചാര ഉപഗ്രഹങ്ങൾക്കും മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾക്കും അത് കണ്ടുപിടിക്കാനാവുന്നതേ ഉള്ളൂ. ഇവിടെയാണ് യുക്രൈന്റെ ട്രോജൻ കുതിരകൾ പ്രവർത്തിച്ചത്. 5 സൈനിക വിമാനത്താവളങ്ങളിലാണ് ഉക്രൈൻ ഒരൊറ്റ രാത്രിയിൽ ആക്രമണം നടത്തിയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 43 ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചുവെന്നും റഷ്യ തന്നെ സമ്മതിക്കുന്നുണ്ട്. $700 കോടി നഷ്ടവും കണക്കാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സംഘടിപ്പിക്കാൻ യുക്രൈന് ചെലവായത് നാമമാത്ര തുകയുമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിനിടെ വ്യാപകമായ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. റഷ്യ AI കേന്ദ്രീകൃത വമ്പൻ ഡ്രോണുകളുമായി ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് കുഞ്ഞു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉക്രൈന്റെ പ്രത്യാക്രമണം.